കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം നിലനിന്നെങ്കിലും മത്സരമുണ്ടായില്ല. നിലമ്പൂർ നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി കോൺഗ്രസിലെ മുസ്തഫ കളത്തുംപടിക്കലും, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായി കോൺഗ്രസിലെ സുരേഷ് പാത്തിപ്പാറയും, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായി കോൺഗ്രസിലെ സ്മിത മോളും, ആരോഗ്യ സമിതി അധ്യക്ഷയായി കോൺഗ്രസിലെ മേരി ഷിബുവും തിരഞ്ഞെടുക്കപ്പെട്ടു. ലീഗിലെ മുംതാസ് ബാബുവാണ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ. ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലീഗ് അംഗമായ വൈസ് ചെയർപേഴ്സൺ കൂമഞ്ചേരി ഷൌക്കത്ത് അലി വഹിക്കും. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം നിലനിന്നെങ്കിലും മത്സരമുണ്ടായില്ല. കല്ലേമ്പാടം ഡിവിഷനിൽ നിന്ന് വിജയിച്ച കിഷോർ കുമാറിനെയായിരുന്നു എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ ഒരു വിഭാഗം കൌൺസിലർമാരും യൂത്ത് കോൺഗ്രസും പാത്തിപ്പാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച സുരേഷ് പാത്തിപ്പാറയ്ക്കായി രംഗത്തെത്തി. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഡിസിസി പ്രസിഡന്റ് VS ജോയിയെയും പ്രശ്നം ധരിപ്പിച്ചു. എങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വരെ പ്രശ്നം പരിഹരിക്കാനായിരുന്നില്ല. ഇരുവരും പത്രിക നൽകാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയതോടെ സുരേഷ് പാത്തിപ്പാറ പത്രിക നൽകി. കിഷോർ പത്രിക നൽകിയില്ല. ഇതോടെ സുരേഷ് പാത്തിപ്പാറ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നഗരസഭയിലെത്തിയിരുന്നു. സുരേഷ് പാത്തിപ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൌൺസിൽ ഹാളിന് പുറത്തുള്ള പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ പരിചയസമ്പന്നരായ മുതിർന്ന വനിതാ അംഗങ്ങളെ തഴഞ്ഞ പുതുമുഖ കൌൺസിലർ വരെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തെത്തിയെങ്കിലും അപസ്വരങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം നിലമ്പൂർ നഗരസഭയിൽ വികസനമല്ല, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് നടക്കുന്നതെന്ന പ്രതിപക്ഷ കൌൺസിലർ PM ബഷീർ പറഞ്ഞു. MLAയും DCC പ്രസിഡന്റും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് പ്രകടമാവുന്നതെന്നും PM ബഷീർ പറഞ്ഞു. ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഇവിടെ ഈ വരും 5 വർഷം നിലമ്പൂർ നഗരസഭയിൽ വികസനം നടക്കാൻ പോകുന്നില്ല, ഒരു ക്ഷേമ പ്രവർത്തനം നടക്കാൻ പോകുന്നില്ല. ഇവിടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലുള്ള പടപ്പിണക്കങ്ങളുടെ കേന്ദ്രമായി ഈ നഗരസഭ മാറും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇത് നിലമ്പൂരിലെ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്തും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് VS ജോയും തമ്മിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ആ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് ഇനി നിലമ്പൂർ നഗരസഭയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു എന്നാൽ UDFൽ ഭിന്നതയില്ലെന്നും സ്ഥിരം സമിതി അധ്യക്ഷരെ ഒറ്റക്കെട്ടായിട്ടാണ് തിരഞ്ഞെടുത്തതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പരിശോധിക്കാൻ ചെന്നപ്പോൾ അത് ആര്യടൻ ഷൗക്കത്ത് MLAക്കെതിരെയുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാളാണ്. ആ ഗ്രൂപ്പ് പോരും ഈ ടോയ്ലറ്റും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളതല്ലാതെ അതിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഒരപശബ്ദം പോലും നിങ്ങളാരെങ്കിലും കേട്ടു? ഇവിടെ പിറകിലിരുന്നിട്ട് ആരെങ്കിലും പേരവിടെ വായിച്ചോ? ഒരൊറ്റ പേരേ വായിച്ചുള്ളൂ. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒരാൾ, വേറൊരാൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു അവകാശവാദം ആരും ഉന്നയിച്ചിട്ടുമില്ല. ഞാൻ ആരുടെ പേരും കേട്ടില്ല. ഞാൻ ഇവിടെ 10:30 മുമ്പ് നഗരസഭയിൽ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ എത്തി, 10:30 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് പോരോ ഇല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തീർക്കാൻ ഞാൻ അവിടെ ഇരുന്നേനെ. ഞാൻ വന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ ചെയർപേഴ്സൻ്റെ റൂമിൽ ഞാനുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കോർ കമ്മിറ്റി അംഗമാണ്, ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അത് പരിഹരിക്കാൻ എന്നെ കൂടെ വിളിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂളായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത്. ഞാനിവിടെ ഇരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണത്? അപ്പോൾ ഇല്ലാത്തതൊന്ന് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെന്തേ ചെയ്തതെന്ന് ജനത്തിന് പകൽ പോലെ വിളിച്ചാൽ അത് കൗണ്ടർ ചെയ്യാൻ ഈ ഓട്ട അടയ്ക്കൊന്നും വേണ്ട. അത്രേ പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.